അപ്പൂസേ, ഇതാണ് പാണൽ. പാണൽ പഴം കണ്ടിട്ടുണ്ടോ അപ്പൂസ്? എന്താ കണ്ടോ? നല്ല മധുരമാണ്, നല്ല രുചിയാണ്, ഔഷധ ഗുണമുണ്ട്. ഉറുമ്പ് ഉറുമ്പിനറിയാം നമ്മളതിനെ ഉപദ്രവിക്കാനല്ല, അപ്പൊ കടിക്കില്ല. ഇനി ഇങ്ങോട്ട് വന്നപ്പോ ഇതാ ഇതാ ഒരു പാണൽ പഴം കണ്ടോ? എങ്ങനെ ഉപയോഗിക്കുക? പാണലിന്റെ ഇലയും വേരും ഒക്കെ ഔഷധ ഗുണമുള്ളതാണ്. പശുവിന് അസുഖമൊക്കെ വരുന്ന സമയത്ത്, അകിടിന് അസുഖമൊക്കെ വരുന്ന സമയത്ത് ഇതിന്റെ ഇല മുറിച്ചിട്ട് പച്ചമഞ്ഞളൊക്കെ കൂടെ ചേർത്ത് മരുന്നുണ്ടാക്കി കൊടുക്കും. ഇപ്പൊ കണ്ടോ, നമ്മളിതാ ഈ ഉറുമ്പൻകൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പറിച്ചെടുത്തല്ലോ. ഉറുമ്പ് നമ്മളെ ശല്യപ്പെടുത്തിയില്ല, അതിനും അറിയാം ഉപദ്രവിക്കാനല്ല എന്ന്. അപ്പൊ ഈ പാണലിന്റെ പഴവും ഞാനൊന്ന് കഴിക്കുകയാണ്. കുരു പുറത്തേക്ക് എടുത്തു, അടുത്ത കുരു എടുത്തു. കാണിക്ക്. എന്താ അങ്ങോട്ടേക്ക് ആ ഇച്ചിരി അങ്ങോട്ടേക്ക്. അപ്പൊ ഇന്നത്തെ ഈ പൊടയാത്രയിലെ ഔഷധ ഗുണമുള്ള എത്ര കായകളാണ് ഞാൻ കഴിച്ചത്. ഇതൊക്കെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? എല്ലാ മെഡിസിനും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതാണ്, പ്രകൃതിയിൽ നിന്നുണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആയുസിൻ്റെ വേദമായ ആയുർവേദം വേണം. ഈ ചെടികളും പഴങ്ങളും കായ്കളൊക്കെ വേണം. ഞാനിതാ പഴങ്ങളിങ്ങനെ പറിച്ചെടുക്കുകയാണ്. അത് ചിലപ്പോൾ ഉറുമ്പടി ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നില്ല പഴം കൂടുതൽ. ഇതാ പൂസ, ഇത് ഫോക്കസ് ചെയ്ത് തന്നെ എടുക്കാം കേട്ടോ. ഒരു പഴം എടുത്തില്ല, ഒരു പഴം ഒന്നെടുക്ക. അടുത്തൊന്നും പഴുത്തില്ല. അത് ഉറുമ്പുകൾക്ക് ഇരിക്കട്ടെ, ഉറുമ്പുകൾ അതിൻ്റെ നീര് കഴിക്കും. ആണോ? ഓക്കെ. ഇനി കണ്ടില്ല എന്ന് പറയരുത്, എൻ്റെ കൈവെള്ളയുടെ നിറം തന്നെയായി വരുന്നുണ്ട്. കാണുന്നുണ്ടോ? എന്നിട്ട് ഇല പറിക്കുക, അതിൽ വെക്കുക, അപ്പോൾ കിട്ടും കറക്റ്റ്. പാണലിൻ്റെ കണ്ടോ, ഇതാണ് പാണൽ പഴം. മറക്കണ്ട, ഫ്ലവറിങ് പ്ലാന്റ്സ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് വാങ്ങിച്ചാൽ എല്ലാ ഇലകളും മരങ്ങളും ഒക്കെ തിരിച്ചറിയാം കേട്ടോ.